വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ചെറുതുരുത്തി ഇരട്ടക്കുളം റോഡിന്റെ പുനർനിർമ്മാണത്തിന്റെ ആദ്യഘട്ടമായി കനാലിൽ ഭീമുകൾ നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. 2 വർഷം മുൻപാണ് ചെറുതുരുത്തി ഹൈസ്കൂളിന് എതിർവശത്തെ ഇരട്ടക്കുളം ഭാഗത്ത് ചീരക്കുഴി കനാൽ റോഡ് 30 അടിയോളം താഴ്ചയിലേക്ക് വീണത്. ഉടൻ തന്നെ പണി പൂർത്തിയാക്കുമെന്നും വർഷക്കാലത്തിന് മുന്നോടിയായി ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നും ഇറിഗേഷൻ അധികാരികൾ പറഞ്ഞു. 2024 ജൂൺ മാസത്തിലെ ശക്തമായ മഴയിലാണ് കനാലിന്റെ ഒരു ഭാഗവും കനാൽ റോഡിന്റെ പകുതിയോളവും ഇടിഞ്ഞത്. ഇതിനോടൊപ്പം റോഡിനോട് ചേർന്ന് നിന്നിരുന്ന ചായക്കടയും തകർന്നു പോയിരുന്നു. ശേഷിക്കുന്ന റോഡിന്റെ അടിഭാഗത്തെ മണ്ണ് ഒലിച്ചുപോയി പൊള്ളയായ നിലയിലുമായിരുന്നു. നൂറുകണക്കിന് യാത്രക്കാരും വാഹനങ്ങളും ആശ്രയിച്ചിരുന്ന ഈ വഴിയിലൂടെ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങളും ചെറുവാഹനങ്ങളും മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത്. മണ്ണിടിഞ്ഞ് വീണതിനാൽ കനാലിന്റെ സ്വാഭാവിക നീരൊഴുക്ക് നിലച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളം കിട്ടാതെ വന്നതോടെ കർഷകരും ആശങ്കയിലായിരുന്നു. തുടർന്ന് ലക്ഷങ്ങൾ ചിലവഴിച്ച് കനാൽ വൃത്തിയാക്കിയതോടെ സ്വാഭാവിക നീരൊഴുക്ക് വീണ്ടെടുക്കുകയും ചെയ്തു. ഇടിഞ്ഞ ഭാഗം കെട്ടുന്നതിനും ഇതിലൂടെയുള്ള 25 മീറ്റർ റോഡ് പണിയുന്നതിനുമായി MP ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കരാർ പരിപാടികൾ പൂർത്തിയാക്കി പ്രവൃത്തി പുനരാരംഭിക്കുകയും കെട്ടിനിൽക്കുന്ന വെള്ളം പുറത്തു കളയുകയും ചെയ്തിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത വേനൽ മഴയിൽ വീണ്ടും വെള്ളം കെട്ടിനിന്നതിനാൽ പണി നിർത്തിവെക്കുകയായിരുന്നു. ഇപ്പോൾ വേനൽ മഴയിലുണ്ടായ ചളിയും മണ്ണും നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് ഭിത്തിയും ഭീമുകളും നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു. കനാലിന്റെ അടിഭാഗം പാറയായതിനാൽ പാറ തുരന്നാണ് വാർക്കുന്നതിനു വേണ്ടി കമ്പികൾ നിലയുറപ്പിക്കുന്നത്. 30 അടിയോളം താഴ്ചയുള്ളതിനാൽ പ്രത്യേകം സജ്ജമാക്കിയ കുഴലുകളിലൂടെയാണ് കോൺക്രീറ്റും മറ്റ് സാധന സാമഗ്രികളും താഴേക്ക് എത്തിക്കുന്നത്. അടുത്ത വേനൽ മഴ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആദ്യഘട്ട പണികളും ജൂലൈ മാസത്തോടെ പ്രവർത്തികൾ പൂർത്തീകരിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിൽ ആക്കുകയുമാണ് അധികൃതരുടെ ലക്ഷ്യം. അല്ലാത്ത പക്ഷം വീണ്ടും മഴ വന്നാൽ റോഡ് ഇടിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊട്ടടുത്ത സ്ഥലങ്ങൾ ഇടിഞ്ഞാൽ തങ്ങളുടെ വീടുകളെ ബാധിക്കുമെന്ന അവസ്ഥയിലാണ് ഉള്ളതെന്നും മഴ കനക്കുന്നതിന് മുൻപായി പണികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. കനാലിലേക്ക് വാഹനങ്ങൾ വീഴാതിരിക്കുന്നതിന് വേണ്ടി 2 വർഷമായി ടാർ കുറ്റികൾ നിരത്തിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. മതിയായ മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇവിടങ്ങളിൽ ഇല്ല എന്ന പരാതിയുമുണ്ട്. എന്നാൽ ഉടൻ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും റോഡ് പണി ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ച് വർഷക്കാലത്തിന് മുന്നോടിയായി ജനങ്ങൾക്ക് തുറന്നു നൽകാൻ കഴിയുമെന്നും ഇറിഗേഷൻ അധികാരികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്. ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.